ഹായ് സുഖല്ലേ? ഉപ്പ് പരിപ്പ് കൂട്ടാൻ പഴയ കാലം ഒരു കൂട്ടാനാണ്. ഉപ്പേരി പോലെ തന്നെ ഉപ്പും പരിപ്പും കുറച്ച് സാധനവും മാത്രം മതി, തേങ്ങയൊന്നും അരക്കില്ല. അപ്പോൾ ചെറുപയർ പരിപ്പാണ് കേട്ടോ ഇതിന് എടുക്കേണ്ടത്. ചിലവർ നമ്മുടെ തോരപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ചെറുപയർ പരിപ്പ് എടുത്തിട്ട്, അപ്പം നമ്മളൊക്കെ ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയർ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ മുളക് പൊടി ഇടില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് കുരുമുളകിൻ്റെ മണമാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇതിനെ നമുക്ക് കുക്കറിൽ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കറി ഉണ്ടാക്കാറുണ്ട്, എങ്ങനെ ഉണ്ടാക്കാറെന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണമല്ലോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്കിതിനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് ശരിക്കും നമുക്ക് പാലക്കാട്ടിലേക്ക് ഈ കറി പഴയ കാലത്ത് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. തമിഴ്നാടിൻ്റെ ബോർഡറാണല്ലോ നമ്മുടെ പാലക്കാട്. അപ്പോൾ ഈ നോക്കൂ, ഇത് കുറച്ച് പയർ ഞാൻ വെള്ളപ്പയർ ഇങ്ങനെ ചട്ടിയിൽ അടുക്കളയിൽ ഒരു ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കർക്കിടകത്തിന് പത്തേല കിട്ടിയില്ലെങ്കിൽ ഉള്ളേല ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വേവട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും വേണം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ ഏറ്റവും ചെറിയ സൈസ് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. അതാണെങ്കിൽ അങ്ങനെ നേരെ ഇടാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുതുള്ളതും ഞാൻ തപ്പിയെടുത്തിട്ടുണ്ട്. അല്ലാത്ത വലുതുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഇതിൻ്റെ മണം വേണമല്ലോ, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുക്കാം. ഞാൻ പറയില്ല, ഏറ്റവും ചെറിയ ഉള്ളികളും ഏറ്റവും ചെറിയ വെളുത്തുള്ളികളും ഉണ്ടെങ്കിൽ എടുത്തോളൂ, അത് അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ ഇതെല്ലാം നന്നായി ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നീളത്തിലോ ചെറുതായി വട്ടത്തിലോ എങ്ങനെയാണ് നമ്മുടെ അനുസരിച്ചിട്ട്. പക്ഷേ പച്ചമുളക് ഇടുമ്പോൾ നമുക്കിതിലേക്ക് അത്യാവശ്യം കുരുമുളക് ഇടണം. അപ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ പച്ചമുളക് ഇടാനുള്ളൂ. അപ്പോൾ രണ്ടും കൂടി നോക്കിയിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്, വേറെ എണ്ണയൊന്നും ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുരുമുളകൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ കഴിക്കാനാണെങ്കിൽ കുരുമുളക് നമ്മൾ അങ്ങനെ തന്നെ വേണം കിട്ടുള്ളൂ. അപ്പോൾ അതെടുത്ത് പെറുക്കി മാറ്റി കൊടുക്കാൻ പറ്റും. അതല്ല വലിയവർക്കാണെങ്കിൽ ഒന്ന് ചതച്ചിട്ടിട്ടോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ വേണ്ടത് ജീരകവും കടുകും വേണം. അപ്പോൾ ഉപ്പ് പിന്നെ എന്തായാലും വേണമല്ലോ അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയൊക്കെ വലുതായിട്ടുണ്ട് എൻ്റെ പയർ ചെടി. ഇത് വലുതായിട്ട് വേണം എനിക്ക് ഒന്നുമില്ലെങ്കിൽ ചീരയുടെ എന്തിൻ്റെയും കൂടെ ഇട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ. അത് വളർന്നു വരട്ടെ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം ചീഞ്ചട്ടിയിൽ. ഇനി നമുക്കതിലേക്ക് കടുകും ജീരകവും പൊട്ടിക്കാമല്ലോ. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് നന്നായി മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമുളകും പിന്നെ നമ്മളുടെ ഉള്ളിയില്ലേ ചതച്ച് വെച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. ഇനിയാണ് ഇതുണ്ടാക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വ്യത്യാസം ഉണ്ടോ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, കട്ടിയായിട്ടാണെങ്കിൽ അങ്ങനെ അതെല്ലാം ഒഴിച്ചു കൂട്ടാൻ പോലെ വെള്ളം വേണമെങ്കിൽ ഇതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാറുള്ളൂ. ഈ വഴറ്റിയിട്ടില്ലേ അതിലേക്ക് നമ്മുടെ കറിക്ക് വേണ്ട വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നല്ല മണം വരും, നമ്മുടെ രസത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു മണം വരും, നല്ല മണം വരുള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായി തിളക്കട്ടെ. നല്ല തൈരും ചോറും നെയ്യിട്ടിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ, പക്ഷേ ഇതിനധികം വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. നെയ്യിനെക്കാട്ടും നെയ്യല്ല, വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. നല്ല തൈരിൻ്റെ ചോറിൻ്റെയും കൂടി കറി നല്ല രസമാണ്. നല്ല മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടാട്ടം വറുത്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് പാത്രത്തേക്ക് മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടുള്ളൂ. ഇനി നമുക്ക് പരിപ്പ് ഉള്ളിയൊക്കെ തിളച്ച ആ വെള്ളത്തിലേക്ക് ചേർത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ, ഒന്ന് മിക്സായി വരട്ടെ എല്ലാം കൂടി. ഇനി ഇതിലേക്ക് 1-2 ചെറിയ സാധനം കൂടി ചേർത്തി കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് നല്ല ചോറിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അരിക്കൊണ്ടാട്ടത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിച്ചു കൂട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് ഒരു കൈപ്പിടി നിറച്ചും നമ്മളുടെ മല്ലിയിലയാണ് കേട്ടോ. ഇതിൽ കറിവേപ്പില ഇടില്ല, മല്ലിയിലയാണ് ഇടുക. അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്തി കൊടുക്കാം. മല്ലിയില കഴുകിയിട്ട് അതുപോലെ കൈ കൊണ്ട് നുള്ളിയിട്ടാൽ മതി കേട്ടോ, മുറിച്ചിടണ്ട. കൈ കൊണ്ട് നുള്ളിയിടുമ്പോൾ അതിന് മണം കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലെ അതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇടില്ല, അതിൽ മല്ലിയിലയാണ് ഇടുക. അപ്പോൾ നമ്മളുടെ ഉപ്പ് പരിപ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.